Parappanangadi beach-lekkaanu ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത്. ഫാമിലി മൊത്തം ഉണ്ട് guys. ഫാമിലി മൊത്തം ഉമ്മയും ഗ്രാൻഡ് മദർ നമ്മുടെ ബാഹുക്കയുടെ ഉമ്മയും എല്ലാരും കൂടി പോവാണ്. ഇക്കയുടെ മോള് ഇച്ചൂസും ഉണ്ട് ഞങ്ങളുടെ കൂടെ. എത്തിയപ്പോൾ കുറച്ച് പിള്ളേരുടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് തോണിക്കാർക്ക് വലിയൊരു ചാകരനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നന്നായിട്ട് കരക്കടയ്ക്കുന്നുണ്ട് എല്ലാവരും തോണിയിലുള്ളവരെ. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് പോയി നോക്കുകയാണ് എന്താ അവിടെ കിട്ടിയിട്ടുള്ളതെന്ന് അറിയില്ല. ചുറ്റും പരുന്ത് പറക്കുന്നുണ്ട്. എന്താ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഒരുപാട് പേരുണ്ട് അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഓ ഗൈസ് മത്തി ചാകരയായിട്ടേക്ക് എടുക്കുന്നത്. ഞങ്ങൾ 100 രൂപക്ക് കുറച്ച് മേടിച്ചു. ഒരു 3-4-5 കൊട്ടയൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ട് തോന്നുന്നു. അത്രക്കും തോന്നും മത്തികളാണ് ഈ കാണുന്നത്. അപ്പൊ ഈ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും ഗൈസ് നല്ലൊരു കാറ്റും നല്ലൊരു ശാന്തത. ഇപ്പൊ നിങ്ങളെ ഈ വീട്ടിലെ തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കി ഇവിടെ നിന്ന് വെത്തുന്നത്. എന്തൊരു ശാന്തതയായ സ്ഥലമായിട്ടോ ഈ ബീച്ച് എന്നൊക്കെ പറയുന്നത്. നല്ലൊരു ലൈഫ് ഒരു കളറാക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് വന്നു നോക്കൂ.
Yeah. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold. ോണിക്കാരൊക്കെ പോയപ്പോൾ നമ്മുടെ ബാവുക്ക നമ്മുടെ കൂടെ ഇറങ്ങി. ഇപ്പോൾ കടൽ നല്ലൊരു ശാന്തമായി, നല്ലൊരു വലിയ തിരയൊന്നുമില്ലാതെ. അപ്പോൾ ബാവുക്കയും ഞങ്ങളുടെ കൂടെ ഇച്ചൂസും ഞങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ോണിക്കാരൊക്കെ ഇപ്പോൾ കയറി പോവുകയാണ്. ബാവുക്ക അവിടെ ഇച്ചൂസിനെ ഒരു വലിയൊരു കുഴി ഉണ്ടാക്കും. നമ്മുടെ പിതുബ്രോയും ബാവുക്കയും അവർ കുഴി ഉണ്ടാക്കി തരാൻ വന്നത് കുഴി കൊണ്ടുപോകും. പിന്നെ വെറുതെ ഉണ്ടാക്കില്ല. അവർ പരിശ്രമം വിജയത്തിന് മുന്നോടിയാണെന്ന് വിചാരിച്ച് നല്ലോണം കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു കാലാവസ്ഥയാണ്. നല്ലൊരു നീലൊരു കടലും നീല ആകാശമൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് ഇവിടെ കാണാനായിട്ട്. അതുകൊണ്ടേ അവർ പിന്നെയും ഇങ്ങനെ ഉണ്ടാക്കി വലിയ തിര വരുന്നുണ്ട്. അവരടക്കം കൊണ്ടുപോയി. ഇവിടൊക്കെ ഒരു വീടെടുത്ത് റിലാക്സ് ആയിട്ട് ബീച്ചിൽ വന്ന് ഒന്ന് ലൈഫ് ഫുള്ളാക്കി എന്തൊരു ഭയങ്കരത്തെ ഒരു ഹാപ്പി ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫാമിലി ആയിട്ട് വരുമ്പോ തന്നെ.
ബാബുക്ക് പറഞ്ഞ് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ പോകാന്നാണ്. അപ്പോൾ ലോങ് ട്രിപ്പ് ആണത്. അപ്പോൾ അവിടെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ സേഫ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് ഇവിടെ പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ് നമ്മൾ പോയത്. പിന്നെ ഫിദുബ്രോയും ബാബുവും അവിടെ കളിക്കുന്നത് കണ്ടിട്ട് ഇച്ചൂസ് വന്നോ, ഫിദുവിന് ഇരിക്കാൻ പറ്റിയൊരു കുയ്യാട്ടോ അത്. അവരത്രക്കും വലിയൊരു കുയ്യുണ്ടാക്കി. ഇത് അതിൽ ഇരിക്കുകയാണ്. ഇവിടെ തന്നെ വന്നത് ഒരു രസമാട്ടോ കാണാൻ. നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പോയപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഹാപ്പി ആയിട്ട് ഇവിടെ അർമാദിക്കാനായിട്ട് പറ്റി. ബാബുക്ക് ഞങ്ങളെ പോലെ കുട്ടികളെ പോലെ ഞങ്ങളെ കളിക്കാൻ വരെ വന്നു. ഇവിടെ ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കില്ലായിരുന്നു. കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ തോണിക്കാരൊക്കെ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ കുട്ടികളായിട്ട് പോയിക്കോളൂ, ഇവിടെ വലിയൊരു കാറ്റ് ഞാൻ പോയിക്കോളൂ ഇവിടുന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.